നല്ലൊരു ചിത്രം. മലയാളികളുടെ സ്വന്തം സൈനികം തമിഴകം കീഴടക്കുന്ന കാഴ്ചയാണ് ഈ മദ്രാസ്കാരനിലൂടെ കണ്ടത്. സ്ക്രിപ്റ്റിന് നല്ല പ്രാധാന്യമുണ്ട്, സംവിധായകന്റെ കൈയടക്കം. നമ്മളെല്ലാ മലയാളികളും തമിഴ് ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും 2025 ഈ ഒരു ചിത്രം ചർച്ച ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. നല്ലൊരു ചിത്രം തന്നെയായിരുന്നു. മാർക്കോനെ കടത്തിവിട്ടുണ്ടോ? അങ്ങനെ പറയല്ലേ, മാർക്കോ നല്ലൊരു ചിത്രം. ഉണ്ണിമുകുന്ദൻ തകർത്തഭിനയിച്ച ചിത്രം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ മലയാളികളായ നടന്മാർ അന്യഭാഷയിലേക്ക് പോകുമ്പോൾ ഇപ്പോ മാർക്കോ തന്നെ അന്യഭാഷയിൽ ചേക്കേറി ഭാഷയുടെ അതിർവരമ്പുകൾ പിന്നിട്ടുകൊണ്ട് 100 കോടിയും കടന്ന് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കോയും അതേപോലെ തന്നെ മദ്രാസുകാരനും നല്ല രീതിയിൽ തന്നെ വിജയിക്കട്ടെ. മലയാള ചിത്രങ്ങളും മലയാളികളായിട്ടുള്ള നടീനടന്മാരും എല്ലാ ഭാഷയിലും തിളങ്ങി നിൽക്കട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. 2025 എന്ന വർഷം മലയാളികളായ നടീനടന്മാരുടെ വർഷമായി തീരും. ഒരുപാട് റെക്കോർഡുകളും ഇനി ലാലേട്ടന്റെ ആയാലും മമ്മൂക്കയുടെ ആയാലും ഒരുപാട് നടന്മാരുടെയും ചിത്രങ്ങൾ ഇറങ്ങാനുണ്ട്. അത് ഒന്നിനൊന്ന് തന്നെ മെച്ചമായിരിക്കും. ഒരുപാട് കോടികൾ തന്നെ നേടുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. നല്ലൊരു ചിത്രം തന്നെയാണ് മദ്രാസുകാരനും അതേപോലെ തന്നെ മാർക്കോയും.